എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു NRI കോട്ടയിലെ തെറ്റുകൾ തിരുത്താനും അതുപോലെ തന്നെ NRI കോട്ടയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്കുള്ള അപേക്ഷ നൽകുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് അതായത് ആപ്ലിക്കേഷൻ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് അവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു ഗവൺമെൻറ് ഓർഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കേരള മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം NRI രേഖകളിലെ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം, അതായത് 2024-25 അധ്യയന വർഷത്തെ മെഡിക്കൽ അതായത് MBBS BDS കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരിൽ NRI ക്ലെയിം ചെയ്ത വിദ്യാർത്ഥികൾ അവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ അപേക്ഷയിലെ ന്യൂനതകൾ ഉള്ള പക്ഷം അത് പരിഹരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം. അപ്പോൾ 20-ാം തീയതി രാത്രി 11:59 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അവരവരുടെ അപേക്ഷാ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ഇവ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ അപേക്ഷേൻ്റെ പ്രൊഫൈൽ പേജ് കാണുന്നതാണ്. അപേക്ഷകരുടെ പ്രൊഫൈൽ പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു അപേക്ഷയിൽ അനുവദിച്ചിട്ടുള്ള NRI സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ NRI രേഖകളിൽ ന്യൂനതകൾ ഉള്ള പക്ഷം പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തെറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കാണാൻ സാധിക്കും. ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അതായത് 20-ാം തീയതി അതായത് ഈ ഒരു ന്യൂനതകൾ പരിഹരിക്കാനായി ആവശ്യമായിട്ടുള്ള രേഖകൾ അപേക്ഷകൻ ഓൺലൈനായിട്ട് 20-ാം തീയതി രാത്രി 11:59 മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യണം. അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് അവസരം നൽകുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ അനുബന്ധ രേഖകളോ സർട്ടിഫിക്കറ്റുകളോ അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും നിലവിൽ അവസരം. അപ്പോൾ നാളെ വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അതായത് പുതിയ അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഉള്ളത്. അപ്പോൾ നാളെ രാത്രി 11:59 വരെയാണ് ഇതിനുള്ള അവസരം. അതായത് സംസ്ഥാനത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 2024-25 വർഷത്തെ പ്രവേശനത്തിനായിട്ട് നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം NRI ക്ലെയിമുകൾ സമർപ്പിക്കാൻ കഴിയാതിരുന്ന മെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പുതുതായി പ്രസ്തുത ക്ലെയിം കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരം 19/7/2024 11:59 അതായത് രാത്രിയാണത്. അപ്പോൾ 11:59 PM വരെ ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ അതായത് ഇതുവരെ NRI കോട്ടയിലേക്ക് മെഡിക്കൽ കോഴ്സിലേക്കുള്ള അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. NRI ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിസയുടെ കോപ്പി അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ളവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ കറക്റ്റായിട്ട് ഇതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത് കറക്റ്റായിട്ട് പ്രോസ്പെക്ടസിലെ NRI കോട്ട എന്നുള്ള ഭാഗത്ത് ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉള്ള വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ പേജിൽ മെമോ ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷയിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു തെറ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ 20-ാം തീയതിക്കകം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പുതുതായിട്ട് NRI ക്ലെയിം ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു NRI ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അത് ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.